നിതിൻ രാജ് നീതി തേടി ഹർത്താൽ തുടരുന്നു. ബലം പ്രയോഗിച്ച് ആരെയും തടയില്ലെന്ന ആക്ഷൻ കൗൺസിലിന്റെ പ്രഖ്യാപനം പാലിക്കപ്പെട്ടില്ല. വ്യാപകമായി വാഹനം തടഞ്ഞു, കടകൾ അടപ്പിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദേശീയപാതയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക്. സംസ്ഥാനത്ത് സൂര്യാതപമേറ്റു മരണം. ചികിത്സയിലായിരുന്ന വെൽഡിംഗ് തൊഴിലാളി മരിച്ചത് ഇടവ വെൺകുളം സ്വദേശി ഷൈൻ. പാലക്കാട്ട് 12 വയസ്സുകാരന് സൂര്യാതപമേറ്റു. വെയിലത്തു കളിക്കാനിറങ്ങിയ കുട്ടി പൊള്ളലേറ്റ് ചികിത്സയിൽ. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലത്തെ ഉപയോഗം 118.26 ലക്ഷം. KSEB ഉന്നതതല യോഗം ഇന്ന്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുന്നതടക്കം പരിഗണനയിൽ. പോസ്റ്റൽ വോട്ട് പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതി. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആര് നൽകുമെന്ന് ചോദ്യം. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകാത്തത് ഗൗരവതരമെന്നും ഹൈക്കോടതി. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുൻപ് വരെ പോസ്റ്റൽ ബാലറ്റ് നൽകാൻ അവസരമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ നാളെ. വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വൈകിട്ട് 6:30 കോഴിക്കോട് ജില്ലയിലെ വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് UDF സ്ഥാനാർത്ഥികൾ. മെറ്റീരിയൽ റൂം തുറന്നെന്ന് പരാതി. ബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. SSLC ഫലപ്രഖ്യാപനം അടുത്ത മാസം 15-ന്. ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും. പഠന പിന്തുണാ ക്ലാസുകൾ നടത്താൻ കഴിയാത്ത ഇടങ്ങളിൽ മാനദണ്ഡപ്രകാരം മാർക്ക് നൽകാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഷിയാസ് കരീമുമായുള്ള ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട് പരാതിക്കാരിയായ വനിത. പണം ആവശ്യപ്പെടുന്നത് ഓഡിയോയിൽ. പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. കൊണ്ടും വേണ്ട, മറ്റൊന്നും തന്ന കയ്യില്. കേസെടുത്ത് പാലാരിവട്ടം പോലീസ്. 65 ലക്ഷം തട്ടിയെടുത്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതി നൽകിയത് ബിസിനസ് പങ്കാളി. നെടുങ്കണ്ടം കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പിടിയിൽ. സജിയെ പിടികൂടിയത് വീടിന് സമീപത്ത് നിന്ന്. കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അമേരിക്കയെ വെല്ലുവിളിച്ച ഇറാൻ. യുദ്ധത്തിൽ 1 ലക്ഷ്യം പോലും അമേരിക്ക നേടിയില്ലെന്ന് വിദേശകാര്യമന്ത്രി. US ചർച്ചയ്ക്കായി കെഞ്ചുന്നുവെന്ന് അബ്ബാസ് അറഗ്ചി. അപേക്ഷ പരിഗണിക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി. ട്രംപിന്റെ ചടങ്ങിൽ വെടിയുതിർത്ത യുവാവിനെതിരെ പ്രസിഡന്റിനെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി. പ്രതി കോൾ തോമസ് അലന് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടും. വെടിവെപ്പിൽ പരിഭ്രാന്തനായില്ലെന്ന് ട്രംപ്.